goes a little something like. Hey everyone, welcome back to yet another episode. I hope all are doing great. I'm good here. And ഇന്നത്തേത് ഒരു മിനി ഷോപ്പിംഗ് വ്ളോഗാണ് ഓർ ആൻ ഔട്ടിംഗ് വ്ളോഗ്. നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടൊന്നുമില്ല എവിടെ പോകണം, എന്ത് ഷോപ്പ് ചെയ്യണമെന്നുള്ളത്. ഒരു റാൻഡം ഗോയിങ് ഔട്ട് വ്ളോഗാണ്. ആൻഡ് ഒരു കാര്യം മാത്രം വി ഡിസൈഡഡ്, ബെറ്റ്സ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു പുതിയ ഷോപ്പ് വന്നിട്ടുണ്ട്. സോ വി ഹാവ് ടു ഗോ ദെയർ. എന്തൊക്കെയാണ് എന്നുള്ളത് കാണണം. ഇറ്റ്സ് എ ഗ്രേറ്റ് ഷോപ്പ് ഫോർ പർച്ചേസ് ആൻഡ് മെയിൻലി വെഡിങ് പർച്ചേസസിനൊക്കെ. അത് മാത്രമല്ലാതെ ഫുഡ് വെയർസ് എല്ലാം ഉണ്ട്. സോ വി ഹാവ് ടു ഗോ ദെയർ. 25th ഇനാഗുറേഷൻ. ടിൽ നൗ ഞാൻ പോയിട്ടില്ല. സോ നമ്മൾ അവിടെ പോകണം. ദാറ്റ്സ് പ്ലാൻഡ്. പിന്നെ നത്തിങ് ഈസ് പ്ലാൻഡ്. ലെറ്റ്സ് സീ വാട്ട്സ് ഹാപ്പനിങ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. വി ക്യാൻ സ്റ്റാർട്ട് വിതൗട്ട് എനി ഫർദർ ഡിലേ. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. 1 മണിക്കൂർ കഴിഞ്ഞു, 1.5 മണിക്കൂർ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ബോറടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഫിറ്റ് ചെക്ക് ചെയ്യാം. ഞാനൊരു സ്കർട്ടും ടോപ്പും ഒരു ക്രോപ്പ് ടോപ്പും ആണ് പെയർ ചെയ്തത്. സ്കർട്ട് പഴയ സ്കർട്ടാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു ടൈമിൽ ട്രെൻഡായിട്ടുള്ള ഒരു സ്കർട്ട് ഉണ്ടല്ലോ, പ്ലീറ്റഡ് സ്കർട്ട്, അതായിരുന്നു. അപ്പോൾ ഞാനത് വീണ്ടും അതെടുത്തിട്ടു. പിന്നെ ഒരു 1.5 മണിക്കൂറോടെ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കസിൻ വന്നത്. പിന്നെ നമ്മൾ ഫസ്റ്റ് ആകെ മനസ്സിലുണ്ടായിരുന്ന വെറ്റ്സ് ഇന്ത്യയാണ്. അങ്ങനെ വെറ്റ്സ് ഇന്ത്യയിൽ ഇപ്പോൾ ഒരു 5 days കഴിഞ്ഞു അതിൻ്റെ ഇനാഗുറേഷൻ കഴിഞ്ഞിട്ട്. നമ്മൾ വെറ്റ്സ് ഇന്ത്യയിലേക്ക് പോയിട്ട് ഫസ്റ്റ് നമ്മൾ എല്ലാ സെക്ഷനും പോയി. അങ്ങനെ ബ്രൈഡൽ സെക്ഷൻ്റെ അടുത്തുള്ള ഇൻറ്റീരിയേഴ്സൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അങ്ങനെ ഇതെല്ലാം അവരുടെ ലെഹങ്ക സെക്ഷനാണ്. അതുപോലെ ഗൗൺ ഉണ്ട്. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ കണ്ടതിൽ എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയത് സെറാക് ഫാഷൻസിൻ്റെ ഒരു കോർണർ ഉണ്ട്. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലുള്ളവരാണെങ്കിൽ സെറാക് ഫാഷൻസ് അറിയായിരിക്കും. ആ ഒരു കോർണർ ഉണ്ട്. ആ ഒരു കോർണറിലേക്ക് പോയി 2000 റേഞ്ച് ഉണ്ട്, 1500 റേഞ്ചിലൊക്കെയാണ് ഡ്രസ്സസ്. പക്ഷേ കുറച്ചുകൂടെ മോഡസ്റ്റ് വിയേഴ്സാണ്. പിന്നെ ഇങ്ങനെ ഒരു ഗൗൺ സെക്ഷൻ ഉണ്ട്. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കളക്ഷൻ ഗൗൺ സെക്ഷൻസിലുണ്ട്. പിന്നെ സൽവാർ സെക്ഷൻസ് ഉണ്ട്, അബായ സെക്ഷൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ പിന്നെ ഗ്രൂം സെക്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് ഒരു സെക്ഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ബ്രൈഡ്സ് ആണെങ്കിൽ 40 days മുമ്പാണ് ഡിസൈനിങ്ങിന് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ നേരെ വന്നിട്ടുള്ള കോസ്മെറ്റിക്സ് ഏരിയയിലാണ് കയറിയത്. സെല്ല ഫാഷൻസിലാണ് കയറിയത്. അവിടെ ഇതുപോലെ റിങ്സ് ഉണ്ട്, കുറേ മേക്കപ്പ് പ്രൊഡക്ട്സ് ഉണ്ട്. പിന്നെ നമുക്ക് എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയ വേറെ മമ എർത്തിൻ്റെ പ്രോഡക്റ്റ്സ് ഉണ്ട്. പിന്നെ അട്രാക്റ്റീവായിട്ട് തോന്നിയത് റെൻ്റൽ ജ്വല്ലറീസ് അവൈലബിൾ ആണ് അവിടെ. അതായത് ബ്രൈഡ്സിനാണെങ്കിലും അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഫങ്ഷൻസിനാണെങ്കിലും റെൻ്റൽ ജ്വല്ലറീസ് അവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല കളക്ഷൻസ് തന്നെ ഉണ്ട് റെൻ്റൽ ജ്വല്ലറീസിൽ. അപ്പോൾ നമ്മുടെ നോസ് റിങ്, അതുപോലെ നോർത്ത് ഇന്ത്യൻ കൈൻഡ് ഓഫ് മാലകൾ, ഇതെല്ലാം അവിടെ അവൈലബിൾ ആണ്. 3 days എന്തോ ആണ് നമുക്ക് റെൻറ്റിനായിട്ട് തരുന്നത്. അത് കഴിയുമ്പോൾ നമ്മുടെ ഫങ്ഷൻസ് കഴിയുമ്പോൾ നമ്മളത് തിരിച്ച് റിട്ടേൺ ചെയ്യുക. അങ്ങനെ അതിൻ്റെ ഒരു വൈഡ് കളക്ഷൻസ് ഉണ്ട്, ചോക്കേഴ്സിൻ്റെ ഒരു കളക്ഷൻസ് ഉണ്ട്. അതുപോലെ പിന്നെ ഇയറിംഗ് സെക്ഷൻസ് ഉണ്ടായിരുന്നു. അതും അത്യാവശ്യം നല്ല സെക്ഷൻസ് ആയിരുന്നു. അത്യാവശ്യം നല്ല ഇയറിങ്സ് ഉണ്ട്. പിന്നെ ബാങ്കിൾ സെക്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ കാണുന്ന കോമൺ മാലകളൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു സെക്ഷൻസും അവൈലബിൾ ആണ്. പിന്നെ മേക്കപ്പ് പ്രോഡക്ട്സിൽ വരുന്ന 1-2 ബ്രാൻഡ്സാണ്. അത് നമ്മുടെ നോർമൽ മെയ്ബിലിൻ അങ്ങനത്തെ ലാക്മി ബ്രാൻഡ്സ് ഒന്നും അവൈലബിൾ അല്ല. അല്ലാതെ വേറെ 2 ബ്രാൻഡ്സാണ് മേക്കപ്പ് പ്രോഡക്ട്സിലൊക്കെ വരുന്നത്. ആൻഡ് ഇതാണ് അവരുടെ ബ്രൈഡൽ ഏരിയയിലുള്ള റെൻ്റൽ ജ്വല്ലറി സെക്ഷൻസ്. ലോങ് മാലകൾ വേണമെങ്കിൽ അത് അവൈലബിൾ ആണ്. അതല്ല ചോക്കേഴ്സ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്കേഴ്സും അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ നോസ് റിങ്സ് അവൈലബിൾ ആണ്. കൈൻഡ് ഓഫ് നോർത്ത് ഇന്ത്യൻ മാലകളും ഉണ്ട്. പിന്നെ ഡയമണ്ട്സ്, മറ്റേ ഡയമണ്ട് കൈൻഡ് ചോക്കേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ ബാങ്കിൾസ് അവൈലബിൾ ആണ്. ദെൻ ഇതാണ് നമ്മുടെ എൻട്രി കേട്ടോ. എൻട്രി പോർഷൻസ് ആണ് ഇത്. സാരീസൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, മെറ്റീരിയൽസും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോ ഇതിലായിട്ട് ബോയ്സ് സെക്ഷൻസ് ഉണ്ട്, ഗ്രൂം സെക്ഷൻ ഉണ്ട്, പിന്നെ ഗേൾസിൻ്റെ, അതുപോലെ നമ്മുടെ കുഞ്ഞു പിള്ളേരുടെ കളക്ഷൻസ്, ബ്രൈഡൽ സെക്ഷൻസ്, അങ്ങനെ ഓരോരോ സെക്ഷൻസ് ആയിട്ടാണ്. പിന്നെ അവിടെ സ്റ്റോക്സ് ലൈക്ക് 5 days ഞാൻ പറഞ്ഞതുപോലെ 5 days ആയിട്ടേ ഉള്ളൂ. അവിടെ സ്റ്റോക്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് ഈ ഒരു ചോക്കർ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഇതെടുത്ത് നോക്കിയതാണ്. അത്യാവശ്യം ഒരു ആൻറ്റിക് കളക്ഷൻസിൽ വരുന്ന ചോക്കേഴ്സാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ കസിൻ്റെ വർക്ക് ചെയ്യുന്നിടത്താണ് വന്നത്. അവിടെ എൻ്റെ ബാഗൊക്കെ എടുക്കാനുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ത്രെഡ് ചെയ്യാനായിട്ട് ടോണി ആൻഡ് ഗൈയിൽ വന്നു. കരുനാഗപ്പള്ളി ടോണി ആൻഡ് ഗൈ ഇപ്പോൾ ഒരു 3 months എന്തോ ആയിട്ടുള്ളൂ വന്നിട്ട്. ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല. അതിന് ടോണി ആൻഡ് ഗായിൽ നമ്മൾ പോയി ത്രെഡ് ചെയ്തു. നല്ലൊരു ഇതാണ്. പിന്നെ നമ്മളൊരു ഹോട്ട് ചോക്ലേറ്റ് കുടിക്കണം എന്ന് വിചാരിച്ചിട്ട് വാഫി ഹൗസിൽ വന്നു. പക്ഷെ അവിടെ ആ ടൈമിൽ ഹോട്ടായിട്ടുള്ളതൊന്നും അവൈലബിൾ ആയിരുന്നില്ല. പിന്നെ നമ്മൾ തിരിച്ചു വന്നിട്ട് വേറൊരു ന്യൂ ഇത് സ്റ്റാർട്ട് ചെയ്തു. ഒരു ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ഇത് അവിടെ നോക്കി, അവിടെയും കിട്ടിയില്ല.
That's it. I hope you like this video. Please don't forget to like, share and subscribe.